മറ്റൊരു പ്രധാനപ്പെട്ട സന്തോഷകരമായ കുളിർമയേവുന്ന ഒരു വാർത്തയുണ്ട്. ശബരിമല ക്ഷേത്രത്തിൽ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തി മോഹൻലാൽ. മുഹമ്മദ് കുട്ടി എന്ന പേരിലാണ് ഉഷപൂജയ്ക്കായി മോഹൻലാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പണമടച്ചത്. ശബരിമല ദർശനത്തിനെത്തിയ മോഹൻലാൽ നടൻ മമ്മൂട്ടിയുടെ പേരിൽ ഒരു വഴിപാട് കഴിച്ചു. മുഹമ്മദ് കുട്ടി വിശാഖം. പല ഊഹാപോഹങ്ങളും നിറയുന്ന സമയത്താണ് ഇങ്ങനെയൊരു നീക്കം. സൂപ്പർ സ്റ്റാർ പദവികൾക്കുമപ്പുറം ഇരുവരും പങ്കിടുന്ന ഊഷ്മളമായ സൗഹൃദത്തിനും സാഹോദര്യത്തിനും പലകുറി മലയാളികൾ സാക്ഷികളായതാണ്. ഇപ്പോഴിതാ വളരെയധികം സന്തോഷം തോന്നിക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ കേൾക്കാനിടയായത്. അതായത് മോഹൻലാല് മമ്മൂക്കയുടെ പേരിൽ ശബരിമലയിൽ വഴിപാട് കഴിപ്പിച്ചു എന്നുള്ളത്. വളരെ സന്തോഷം നമുക്ക് കേൾക്കുമ്പോൾ തോന്നാറുണ്ട്. ചിലർക്ക് അതിലൊക്കെ കുരു പൊട്ടിയിട്ടുണ്ട്. എന്നാലും നമ്മളെ സംബന്ധിച്ച്, സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് അത് വളരെയധികം സന്തോഷമുള്ളതും അതുപോലെ തന്നെ ഒരു നല്ല മെസ്സേജുമാണ് ഈ കാര്യത്തിൽ കേൾക്കാനിടയായപ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലെല്ലാം ഒരു ചർച്ചാ വിഷയമായിരുന്നു മമ്മൂക്കയ്ക്ക് കുടൽ ക്യാൻസർ ആണ്, അദ്ദേഹം ചെന്നൈയിൽ അപ്പോളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ് എന്നൊക്കെയുള്ള വാർത്തകൾ. അത് ചികിത്സിച്ചാൽ ഭേദമാകുന്ന ഒരു അസുഖമാണ്. അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് അദ്ദേഹം ചെന്നൈ കുടുംബസമേതം അവിടെയാണ്. അദ്ദേഹത്തിൻ്റെ മകളെ കെട്ടിയിരിക്കുന്ന ആളാണ് ആ ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലിലെ ഡോക്ടർ. അതുകൊണ്ട് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. റേഡിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും, സർജറി ഒന്നും വേണ്ടി വരില്ല എന്നൊക്കെയുള്ള ന്യൂസുകൾ നമ്മൾ കേട്ടതാണ്. ഇതിനെ തുടർന്ന് കുറേ ഫാൻസുകാർ എന്ന് പറഞ്ഞാൽ ഈ താരരാജാക്കന്മാരുടെ ഫാൻസുകാർ തമ്മിൽ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. ഇതിൽ ആരാ വലുത് ആരാ ചെറുത് എന്നാണ് അവരുടെ പ്രശ്നം. പക്ഷേ ഈ താരരാജാക്കന്മാർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. അവർ വർഷങ്ങളായി, നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ്, നമ്മളെന്ന് ഉദ്ദേശിച്ചാൽ ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇവര് രണ്ടുപേരും സിനിമാ ഫീൽഡിലുള്ളവരാണ്. അപ്പോൾ അപ്പോഴത്തെ ഉണ്ടായിരുന്ന അതേ സൗഹൃദം തന്നെയാണ് ഇപ്പോഴും. ലാലേട്ടന് മമ്മൂക്ക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് സ്വന്തം ജ്യേഷ്ഠനെ പോലെയും, മമ്മൂക്കായ്ക്ക് ലാലേട്ടൻ എന്ന് പറയുമ്പോൾ ഒരു അനിയനെ പോലെയും, അങ്ങനെ ഒരു രീതിയിലുള്ള അടുപ്പമാണ്. ഇവർ തമ്മിലുള്ള യാതൊരു ഈഗോയും കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെയായിട്ടും കേട്ടിട്ടുമില്ല. അങ്ങനെയുള്ള ഒരു ന്യൂസ് നമ്മൾ ഒന്നും കേട്ടിട്ടുമില്ല. കാരണം അവർ വിവരവും വിദ്യാഭ്യാസവും ഉള്ള മനുഷ്യരാണ്, ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയിലുള്ള അടുപ്പവും സൗഹൃദവും എല്ലാം ഉണ്ട്. അപ്പോൾ മോഹൻലാൽ ശബരിമലയിൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ വഴിപാട് കഴിപ്പിച്ചു. അദ്ദേഹം കുടുംബത്തിൻ്റെ എല്ലാവരുടെയും പേരിൽ വഴിപാട് കഴിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ തൻ്റെ ജ്യേഷ്ഠനെ പോലെ കരുതുന്ന ആൾക്ക് ഒരസുഖം വന്നപ്പോൾ അദ്ദേഹം വഴിപാട് കഴിപ്പിച്ചു. അത് നമ്മളൊക്കെ ചെയ്യാറുള്ളതാണ്. നമുക്ക് അടുപ്പം തോന്നുന്ന ആളുകളുടെ പേരിൽ നമ്മൾ പ്രാർത്ഥിക്കും. എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമ്മളതിൽ ജാതിയും മതവും ഒന്നും നോക്കാറില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഒരു ഇതായിട്ടാണ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് വളരെയധികം വിമർശനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അത് ചില ആളുകൾക്ക് വർഗീയതയുടെ പേരിലൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ ഈ ഫാൻസുകാർ തമ്മിലുള്ള ഇത് ചെറിയ ആൾ വലിയ ആളെന്നുള്ള രീതിയിലുള്ള ആ ഒരു കാഴ്ചപ്പാടിൻ്റെ ഫലമായിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു ഇത് തോന്നിയേക്കുന്നത്. അപ്പം ഇത് രണ്ടുപേരും രണ്ട് മതത്തിൽപ്പെട്ടവരാണ്. ഇപ്പോൾ ഒരാൾ ശബരിമലയിൽ പോയി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് വഴിപാട് കഴിപ്പിച്ചു എന്ന് പറയുമ്പോഴത്തേക്കിന് അങ്ങനെ എതിരായിട്ടുള്ള ഒരാളുകൾക്ക് അങ്ങനെ എന്തെങ്കിലും കുരു പൊട്ടി കാണും. അതായിരിക്കും അങ്ങനെ ഒരു കമൻറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നത്. പക്ഷെ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ലാലേട്ടൻ കാണിച്ചിരിക്കുന്ന ഈ പ്രവൃത്തി എന്ന് പറയുമ്പോൾ വളരെ നല്ലൊരു മെസ്സേജാണ്. കാരണം ഇന്നത്തെ കാലത്ത് സൗഹാർദ്ദം ഒന്നും വളരെ കുറവാണ്. പക്ഷേ ഇവിടെ അദ്ദേഹം വേറൊരു ജാതിയിലുള്ള ആളാണെന്ന് ഒന്നും നോക്കിയില്ല. ശബരിമല പോലെയുള്ള ഒരു പുണ്യഭൂമിയിൽ ചെന്ന് അവിടെ വഴിപാട് കഴിപ്പിച്ചു. പക്ഷെ അദ്ദേഹം പേരിനോ പ്രശസ്തിക്കോ ഇങ്ങനൊരു കാര്യങ്ങൾ പുറത്തറിയിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തല്ല. അദ്ദേഹം പുറത്ത് വിട്ടേക്കുന്ന ഒരു പോസ്റ്റൊന്നും അല്ല. ഇതവിടെ വഴിപാട് കഴിപ്പിച്ചപ്പോൾ ദേവസ്വം ബോർഡിലുള്ള ആളുകൾ ആരോ ഈ രസീത് വഴിപാട് കഴിപ്പിച്ച മുഹമ്മദ് കുട്ടി വിശാഖ നക്ഷത്രം എന്നൊക്കെയുള്ള പേരിലുള്ള ആ രസീത് പോസ്റ്റ് ചെയ്യുകയും അതുപോലെ ഈ ന്യൂസ് സ്പ്രെഡ് ആവുകയും ചെയ്തു. അങ്ങനെയാണ് അത് സ്പ്രെഡ് ആയേക്കുന്നത്. അതിപ്പം ഓരോരുത്തർ വലിയ രീതിയിൽ ചിലർ പറയുന്നുണ്ട്, മോഹൻലാലിനോട് എതിർപ്പുള്ള ആളുകൾ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഇനിയിപ്പം ഈ മാസം റിലീസാകാൻ പോകുന്ന എമ്പുരാന് അത് വിജയിക്കാൻ വേണ്ടിയിട്ട്, ആളുകളെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട്, ചിലപ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകളെ ഇങ്ങോട്ടേക്ക് ഇത് കാണാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് ആളുകളെ തിയേറ്ററിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ലാലേട്ടൻ കാണിച്ചിരിക്കുന്ന ഒരു നമ്പറാണ്
എന്നൊക്കെയുള്ള രീതിയിൽ ഉള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ അങ്ങനൊന്നുമല്ല. ഇവര് ഇപ്പൊ രണ്ടുപേരും കൂടെ അഭിനയിക്കുന്ന ഒരു പുതിയ സിനിമ യുടെ ഷൂട്ടിങ്ങിനിടയിലാണ് മമ്മൂക്കായ്ക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി. അവര് ഇതുപോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ അങ്ങനെ ഒരു പ്രശസ്തിക്ക് വേണ്ടിയിട്ടുള്ള ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം ഒരു മഹാനടനാണ്. രണ്ടുപേരും അതെ. രണ്ടുപേരും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. നമുക്ക് എത്രയോ സിനിമകൾ അത്രയും തകർത്ത് അഭിനയിച്ച സിനിമകളൊക്കെ എന്തുമാത്രം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ വർഷങ്ങളായിട്ടുള്ള അഭിനയ പരിചയമുള്ള ആളുകളാണ്. അവർക്കൊക്കെ സമ്പാദിക്കാവുന്നതിലധികം സമ്പാദിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത്രയധികം നാളുകൾ കൊണ്ട്. ഇനിയിപ്പം അവരതിനു വേണ്ടിയിട്ട് പ്രശസ്തി നമ്മുടെ ലോകം മുഴുവനും അറിഞ്ഞിരിക്കുന്ന രണ്ട് മഹത് വ്യക്തികളാണ്. ഇനി അവർക്ക് ഇതിൻ്റെ പേരിൽ ഒരു പ്രശസ്തി എടുക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ലാലേട്ടനെ സംബന്ധിച്ച് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അദ്ദേഹം പ്രശസ്തിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഒരു നന്മയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. നമ്മൾ ആരായാലും നമുക്കൊരു കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഒരാപത്ത് വരുമ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകുന്ന ആളാണെങ്കിലും പള്ളിയിൽ പോകുന്നതാണെങ്കിലും ഏത് സമുദായത്തിൽപ്പെട്ടതാണെങ്കിലും നമ്മൾ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന ആൾക്ക് അസുഖം ഭേദമാകണേ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് മാറണേ എന്ന് നമ്മൾ എല്ലാം ശരിയാക്കി കൊടുക്കണേ ദൈവമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അതേ രീതിയിലുള്ള ഇതാണ്. നമ്മളതിൽ വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ല. ഇപ്പം അവർ രണ്ടും വലിയൊരു സ്ഥാനത്ത് നിൽക്കുമ്പോൾ അങ്ങനെ ചെയ്തിരിക്കുന്നതിൻ്റെതും പിന്നെ രണ്ട് മതങ്ങൾ തമ്മിലുള്ള ഒരു ഇതും കൊണ്ട് ചില ആളുകൾക്ക് തോന്നിയത്. പക്ഷേ ഈ രണ്ട് വ്യക്തികൾക്കിടയിൽ അങ്ങനെ ഒരു മതത്തിൻ്റെ അങ്ങനെയൊന്നും ഉള്ളതേ ഇല്ല. നമ്മൾ കണ്ടിട്ടുള്ള പല നടന്മാരുടെ മക്കളുടെയൊക്കെ കല്യാണം ചിലപ്പോൾ അമ്പലങ്ങളിൽ വെച്ചൊക്കെ ആയിരിക്കും, ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ആയിരിക്കും. അകത്തേക്ക് പ്രവേശനം ഇല്ലെങ്കിലും നമുക്കൊക്കെ പുറത്തു നിന്ന് കല്യാണം കൂടാം വേറെ ജാതിയിലുള്ള ആളുകൾക്ക്. അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ മമ്മൂക്കായൊക്കെ വന്ന് ഇങ്ങനെ പങ്കെടുക്കുന്ന കഴിഞ്ഞ കൊല്ലം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനൊക്കെ പങ്കെടുക്കുന്ന വീഡിയോകളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിപ്പം അങ്ങനെ ഒരു ഇതൊന്നുമല്ല. നമ്മൾ ആ ഒരു സ്നേഹം, ഒരു അടുപ്പം, അവരിത്രയും കാലം ഒന്നിച്ച് വർക്ക് ചെയ്തതിൻ്റെ ആ ഒരു ചേട്ടൻ അനിയൻ എന്നുള്ള രീതിയിലുള്ള ആ ഒരു അടുപ്പം കൊണ്ടാണ് ഒരാപത്ത് വരുമ്പം നമ്മൾ ആ ആളെ കുറിച്ച് ഓർക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ. അപ്പോൾ അതിനെ ആ രീതിയിൽ കാണാതെ മറ്റു ചിലർക്ക് കുരു പൊട്ടിയിരിക്കുകയാണ്. അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ ഈ ഫാൻസുകാരാണ്, ഇവരാണ് ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ബുദ്ധിയില്ല. അവരെ അഭിനയിക്കുന്ന കഥാപാത്രത്തെ നെഞ്ചിലേറ്റിയിട്ട് ആരാധന മൂത്ത് കാണിക്കുന്ന തോന്നിയവാസങ്ങളാണ് അവരഭിനയിക്കുന്നു. ലാലേട്ടനും മമ്മൂക്കയൊക്കെ ഓരോ സിനിമയിൽ ഓരോ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് അത് തീർന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അല്ലാതെ ലോക അവസാനം വരെ അവരുടെ ജീവിതകാലം മുഴുവനും ഈ അഭിനയിക്കുന്ന ആളുകളെ ആ കഥാപാത്രത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് ജീവിച്ചിരിക്കുകയല്ല. പക്ഷെ ഇവർ കാണിക്കുന്നത് അങ്ങനെയാണ്. ഇവർക്ക് എന്താണ് അതിൽ നിന്ന് ലഭിക്കുന്നത്? ഇപ്പം മമ്മൂക്കയുടെ അസുഖത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഭയങ്കര രൂക്ഷ വിമർശനങ്ങളാണ് ഓരോ ഫാൻസുകാർ തമ്മിൽ ഉണ്ടാക്കുന്നത്. പക്ഷെ പ്രായമായ അസുഖം ഉണ്ടാകും, അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. നമ്മൾ ചെറുപ്പത്തിലെ കുട്ടിക്കാലം പോലെയാണ് നമ്മളിപ്പം ഇരിക്കുന്നത്. ഓരോ വർഷങ്ങൾ ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് അതിൻ്റെതായ രീതിയിലുള്ള അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ പെടും. നമുക്കും ജനിച്ചാൽ ഒരിക്കൽ മരണം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതിനോട് പൊരുത്തപ്പെട്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് തന്നെ. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെക്കേണ്ട യാതൊരു കാര്യമില്ല. ഈ ഫാൻസുകാർക്ക് ഒട്ടും അവരുടെ ഒരു വിവരമില്ലായ്മ എന്നാണ് തന്നെയാണ് വിശേഷിപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറയാറില്ല. അപ്പോൾ ഈ ലാലേട്ടൻ്റെ ഇപ്പം ശബരിമലയ്ക്ക് പോയേക്കുന്ന കാര്യങ്ങൾ തന്നെ വളരെ പ്രശ്നമാക്കിയിട്ടുള്ള രീതിയിലാണ് ഓരോരുത്തർ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി പറയുന്നത്. പക്ഷേ ഇതിൽ വളരെയധികം നല്ലൊരു കാര്യമായിട്ടാണ് നമുക്കത് കേൾക്കുമ്പോൾ തോന്നുന്നത്. കാരണം ജാതിയും മതവും ഒക്കെ മനുഷ്യർ തന്നെ നിർമ്മിക്കുന്ന ഓരോ കാര്യങ്ങളായിട്ടാണ് കാണുന്നത്. നമ്മൾ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഒന്നും വേർതിരിവില്ലാതെ നമ്മുടെ എല്ലാ ശരീരത്തിലും ഓടുന്ന ബ്ലഡിൻ്റെ നിറം ചുവപ്പ് തന്നെയാണ്. അല്ലാതെ ഹിന്ദുവിൻ്റെ ചുവപ്പ്, ക്രിസ്ത്യാനിയുടെ പച്ച, മുസൽമാനിൻ്റെ ബ്ലഡിൻ്റെ നിറം മഞ്ഞ, അങ്ങനെയൊന്നുമല്ല. എല്ലാവരുടെയും നമ്മൾ തന്നെയാണ് ഈ ജാതിയും എല്ലാം വേർതിരിവ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യരിൽ ചില ജീവികളാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് ലാലേട്ടൻ കാണിച്ചിരിക്കുന്ന ഈ ഒരു മഹാമനസ്കത വളരെയധികം പ്രശംസിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ നല്ലൊരു മെസ്സേജായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു മതസൗഹാർദ്ദത്തിൻ്റെ നമ്മളൊന്നും ഇപ്പം കാണാൻ പറ്റത്തില്ലാത്ത ആ രീതി ഇത്രയും വലിയൊരു ആൾക്കാർ കാണിച്ചിരിക്കുന്ന ആ ഒരു മതങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യം, അതുപോലെ തന്നെ സൗഹൃദം, അവരുടെ തമ്മിലുള്ള ആ സൗഹൃദത്തിൻ്റെ ആഴം,
അതൊക്കെ കാണിച്ചു തരുന്ന ഒരു മെസ്സേജ് ആയിട്ടാണ് എനിക്ക് ഈ വാർത്ത കേട്ടപ്പോൾ വളരെയധികം സന്തോഷത്തോടെ തോന്നിയത്. ഇനിയിപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം കമൻ്റായിട്ട് അറിയിക്കാവുന്നതാണ്.